സുഖം സാറേ വായിക്കട്ടെ. സാറേ അറേ നല്ല പണിയല്ല, എന്നോട് വായിച്ചു തരാൻ പറഞ്ഞിട്ട് ഇരുന്ന് ഉറങ്ങണം. ഇത് എഴുതണ്ടേ ഇത്? ഞാൻ വായിച്ചു തരാം. സാറ് ആ മാസ്ക് ഒന്ന് മുഖത്തൊന്ന് മാറ്റി പറഞ്ഞിട്ട് തിരിയണ്ടേ ഇത്? എൻ്റെ സാറേ ഇതേ നോക്കിയേ, മാസ്ക് ഞാൻ വെച്ച പോലെ വെക്കണം, ഇങ്ങനെ വെക്കരുത്, അത് കൂടുതൽ അപകടം ഉണ്ടാക്കും. അത് എടുത്തിട്ട് ഇങ്ങനെ വെക്കി. ഉറങ്ങണവർക്ക് എങ്ങനെ വെച്ചാലും എന്താണ്, അങ്ങനെ വെച്ചില്ലെന്ന് ഓർത്ത് പരാതി വേണ്ട. അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. സാറ് എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. എന്ത് സാറ് ഇത് കളക്ടറേറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ? ഞാൻ പറയാം, സാറ് വൃത്തിയായിട്ട് എഴുതത്. അതിനൊന്നുള്ളൊരു മൂഡിലിടും. എന്താ സാറിൻ്റെ പ്രോബ്ലം? വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായാ? ഹേ, ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കണ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഒരു മൂഡില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ താൽക്കാലിക ജീവനക്കാർക്ക് രണ്ടാമതും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അത് അവർക്ക് കൊടുക്കണ്ടേ? പിന്നെ അപ്പം എന്താ നമുക്കൊന്നും തരണ്ടേ? സാറേ, നമ്മൾ സ്ഥിരം ഉദ്യോഗസ്ഥരല്ലേ, നമുക്ക് എല്ലാ ആനുകൂല്യവും കിട്ടണുണ്ടല്ലോ. പിന്നെ അവർക്ക് എല്ലാ കാലത്ത് എന്തെങ്കിലും കൊടുക്കണതിന് എന്തിനാ മാറ്റം പറയണം? അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ തരാം. നമ്മൾ ഈ കോവിഡ് കാലത്ത് അവരെ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ അവർക്കൊക്കെ താൽക്കാലികമല്ലേ. സാർ ഇത് എഴുതാൻ നോക്ക്, ഉള്ള പണി ചെയ്യും. ഞാൻ വായിച്ചു തരാം. 3-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി നിശ്ചയിച്ച 3-ാം ടവറിലെയും ക്വാറന്റൈനിലാക്കിയത് 7 പേര്. അതെ, അതിൽ 2 എണ്ണം എനിക്കത് എഴുതാനുള്ള ഒരു മൂഡില്ല. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സാറ് അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ, ഞാൻ എഴുതി തരാം. പിന്നെ കൂടുതൽ സൗകര്യം. ആനുകൂല്യം കിട്ടണ കാര്യം മാത്രം പറയാനുള്ളൂ, അവനെന്റെ പണി എടുക്കൂല. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ശരി സാർ, ഇല്ല ഞാൻ ഒന്നുകൂടെ പ്രത്യേകം പറഞ്ഞോളാം. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ കോവിഡ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് ബാക്കി ആവശ്യങ്ങളായിട്ട് വരുന്നവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രത്യേകം കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞേക്കാം. സാർ ഇവിടെ എന്തിനാ വന്നേ? വെറുതെ ഇരുന്ന് പറയാതെ കണ്ണടഞ്ഞു. വെറുതെ ഇരിക്കണ എന്തിനാ? ഇവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ. അതെ, കോവിഡ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് ബാക്കി ആവശ്യങ്ങളായിട്ട് ഇവിടെ വരൂലേ, അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രത്യേകം കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ അങ്ങനെ ഓർഡർ ചെയ്താൽ മതിയല്ലോ. അല്ല, കളക്ടർ പറഞ്ഞെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ചെയ്യണം. സാറ് ഇരുന്ന് ഉറങ്ങിയാൽ നടക്കില്ല. പിന്നെ 2 ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന ആൾക്കാരില്ലേ, അത് ഞങ്ങളുടെ സെക്ഷൻ അല്ല, അതൊക്കെ സത്യശീല സാറല്ലേ നോക്കണേ, അവിടെ പറഞ്ഞാൽ മതി. വന്നിട്ടുമില്ല. സാർ ഇത്തിരി വൈകി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഒരാള് വൈകിയേ വരുള്ളൂ, ഒരാള് നേരത്തെ വന്നാ പിന്നെ ഉറങ്ങും. ഇവിടെ കാര്യങ്ങളൊന്നും നടക്കണ്ടല്ലോ. പിന്നെ ആ കളക്ടറേറ്റ് കൊടുക്കാനുള്ളത് എഴുതിയാ? സാറ് എഴുതിയോ ഇല്ലയോ? ആരെഴുതണു? ഞാൻ എഴുതണ്ട മേഡം, അത് ഇന്ന് 5 മണിക്ക് സാറിനെ ഏൽപ്പിച്ച കാര്യല്ലേ? അതെ, അല്ല അത് എഴുതി തന്നാ പിന്നെ ഞാനത് ക്ലിയർ ചെയ്യും, അതാണ്. അത്ര നേരം ഉറങ്ങാലോ. സാറ് ഈ സമയത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്ക്. ഇവിടെ വെറുതെ ഇരുന്ന ഒരു കാര്യങ്ങളും നടക്കൂല. ജോലിയല്ലേ ചെയ്തോണ്ടിരിക്കും. എന്തിനാ സാറേ വെറുതെ മക്കളാൻ പ്രായമുള്ളവരുടെ വായിലിരിക്കണ കേൾക്കണം? എന്തേലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ? ചെയ്യല്ലല്ലോ. എങ്ങനെ ചെയ്യാൻ മനസ്സ് വരിക? നമ്മൾ എന്ത് ചെയ്താലും ആര് കാണുന്നു, ആരഭിപ്രായം പറയണം? എന്നാൽ ഈ ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ടി വിക്കാരും ചാനലുകാരും ഇങ്ങനെ കൊട്ടിഘോഷിക്കും. നമ്മൾ ഈ സമയത്ത് ബുദ്ധിമുട്ടുന്നത് ആരറിയുന്നത്? എന്ത് വിലയുണ്ട്? നമ്മൾ ചെയ്യണത് ആരും അറിയണില്ല. ടി വിക്കാരിങ്ങാട് വന്നിട്ട് വേണം സാറിന്ന് ഉറങ്ങണ പിടിച്ചിട്ട് ആളുകൾ, ജനങ്ങൾ മുഴുവൻ കാണാൻ. സാറൊരു പണി ചെയ്ത് നോക്കി ഇതിലോട്ട് അങ്ങോട്ട് എഴുത്. എന്തെങ്കിലും ഒരു പണി ചെയ്യും. ഒരു റെസ്റ്റ് ഇല്ല, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം. ഇത് നോക്കി എഴുതി വെച്ചാൽ ഞാൻ എഴുതിക്കോളാം. അവിടെ വന്നിട്ട് കറ കുറാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യം. സാറേ 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 ഞാൻ ശീതളൻ ഉണ്ണി. സാറേ, ഇതെന്റെ അനുജൻ ഉണ്ണി. നമസ്കാരം, ഞാൻ സുഗതൻ. സാറേ എന്താ? അല്ല, ഞങ്ങള് വന്ന കാര്യം പറഞ്ഞില്ല. എന്താ? അതായത് പറഞ്ഞോ?
ഞങ്ങളുടെ അച്ഛനൊരു അബദ്ധം പറ്റി. അതൊക്കെ എന്തിനു ഇവിടെ വന്ന് പറയണത്? അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യല്ലേ? അതല്ല, അതായത് അച്ഛനെ അവസാന കാലമായപ്പോഴത്തും തീരെ സുഖമില്ലാതായി ആയി. അപ്പോൾ ആ ഒരു ആവശ്യത്തിനായിട്ട് കുറെ കാശൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പലിശക്കൊക്കെ എടുക്കേണ്ട വന്നു. അങ്ങനെ വലിയൊരു ബാധ്യതയും കടത്തിലൊക്കെയാണ് ഇപ്പൊ. എന്താ ഈ പറയണത്? അച്ഛന് ചികിത്സയ്ക്ക് വന്ന് കാശ് തരാനുള്ള സ്ഥലമല്ല ഇത്, വില്ലേജ് ഓഫീസാണ്. പറഞ്ഞാൽ മനസ്സിലാവും. അത് അങ്ങനത്തെ അതിനൊന്നുമല്ല. ഇതിന്റെ ആവശ്യം എന്താ മനസ്സിലാവും? ഞങ്ങൾക്ക് ആ കാശ് എടുക്കാം. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ നല്ലോണം കാശ് ഉണ്ടാക്കിന്ന്. ആ കാശൊക്കെ ഇപ്പോ ബാങ്കിൽ ഇട്ട് അപ്പൊ ആ ബാങ്കിൽ നിന്ന് കാശ് എടുക്കാൻ കിട്ടുന്നില്ല. നിങ്ങളുടെ അച്ഛന്റെ മുതലല്ലേ അത് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു. അതിന് ഇവിടെ വന്ന് ചോദിക്കണേ? എന്റെ സാറേ, ബാങ്കിൽ പൈസ ഉണ്ട്, നമുക്കത് കിട്ടൂല. കിട്ടണമെങ്കിൽ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എന്നാലേ പൈസ കിട്ടൂല. തിരിഞ്ഞില്ല. ഞങ്ങള് മക്കളാണല്ലോ, അച്ഛന്റെ മക്കളല്ലേ. അതേലോ. അപ്പോ ആ അച്ഛൻ ഞങ്ങളുടെ അച്ഛനാണ് എന്നുള്ളതിന്റെ ആ ബന്ധം ഞങ്ങൾ തെളിയിക്കണം. സാറേ, റിലേഷൻഷിപ്പ് റിലേഷൻ മനസ്സിലായി. അതാണ് ആ സാധനം. എന്താ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ വളഞ്ഞു പിരിഞ്ഞ് ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് വേണം അങ്ങോട്ട് പറഞ്ഞാ പോരെ? അല്ല, അത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മുമ്പ് ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ ഇരിക്കണില്ലേ ഒരു സാറ് ഇവിടെ താടി വെച്ചേ. സത്യശീലം. അതന്നെ. അപ്പൊ ഓര് പറഞ്ഞപ്പോ അത് ഇവിടുന്ന് 2 ആള് സാക്ഷി വേണം പറഞ്ഞിരിക്കുന്നു. സാക്ഷി പറഞ്ഞില്ലേ? അവരും ആ സാക്ഷി വരും. സാക്ഷി അവര് വന്നോണ്ടിരിക്കാണ്. ആരെ പറഞ്ഞത്? മൊയ്തും മന്മഥനും മുട്ട കച്ചവടം മീൻ കച്ചവടം കഴിഞ്ഞാലും വരാൻ പറ്റും. എന്തിനു മുട്ട കച്ചവടം മീൻ കച്ചവടം? അത് ഇവർക്ക് അറിയേണ്ട കാര്യം. അവരെ കച്ചവടം കഴിയാണ്ട് ഇവിടെ ഒപ്പിടാൻ പറ്റും. കച്ചവടം കഴിയാത്ത ആൾക്കാർ എന്തിനു അന്നോട് ആരെ പറഞ്ഞു? മീൻ ചീഞ്ഞു പോയാ പോയില്ലേ? അതെ, പൊട്ടൻ തന്നെ കേട്ടോ. ഈ സാക്ഷികൾ 2 ആള് വരുമെങ്കിൽ അവര് വെറുതെ വന്നാ പോരാ, അവരുടെ ആധാർ കാർഡും കൂടി വേണം. ആധാർ കാർഡ് സകല കച്ചറ സാധനം എടുത്തിട്ട് വരും. അതിന് കുറവില്ല. അപ്പൊ സാറ് വരട്ടെ, നിങ്ങൾ പുറത്തോട്ടൊന്ന് നിൽക്കുക. സാറ് വരട്ടെ, ചെയ്ത് തരും കേട്ടോ. പോയിട്ട് അത്യാവശ്യമുണ്ട് സാറേ. എന്താ അത്യാവശ്യം? സാറേ, ഈ മാസ്ക് എന്റെ സുഹൃത്തിന്റെ ആണ്, അത് കൊണ്ടു കൊടുത്തിട്ട് വേണം ഓന് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞിട്ട് ഒരു 100 പ്രാവശ്യമായിട്ട് പോരാ സാറേ, ഒരു 10 ഉറുപ്പ്യന്റെ. അപ്പൊ അവന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വലിയ ഭയങ്കര വില ഉള്ളത് വേണം പറഞ്ഞിട്ട് ഓന്റെ ഇന്ന് പോയി മേടിച്ചുകൊണ്ട് നിൽക്കാം. അപ്പൊ ആലോചിച്ചോക്ക്, എന്ത് പൊട്ടനായിരിക്കും. ഇപ്പൊ ഓന്റെ കാര്യം നടക്കില്ല, ഇവന്റെ കാര്യം നടക്കും അല്ലേ? ഇപ്പൊ അവരവരുടെ ഒരു ആളുടെ കുടുംബത്തിലുള്ള വെച്ചാൽ കുഴപ്പമില്ല, ചെന്നിട്ട് കൊടുത്താൽ മതി. എങ്ങനെയെങ്കിലും റെഡി ആയി കൊടുക്കും സാറേ. അല്ലാണ്ട് വേറെ ആരും ഇവിടെ നേരത്തെ ആൾക്കാർ കൊണ്ടുവന്നു. ഈ രോഗത്തിന്റെ അവസ്ഥ അറിയില്ല. അതാ എന്റെ സീരിയസ് മനസ്സിലാവാണ്ട് ഇപ്പോഴും തോന്നിയാസം കളിച്ച് നടക്കുന്നുണ്ട് പലരും. വെച്ചേക്ക എവിടെ നിന്നൊക്കെയാണ് ഇവന്മാര് വന്യെന്നൊരു നിശ്ചയമില്ലല്ലോ. കഷ്ടം. എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും കാര്യമില്ല, ചിലവർ നേരാവില്ല. എന്താ കഥകളിയാണ്? കയ്യിലൊരു പെരുപ്പ്. ഞാൻ ഈ ഓഫീസിൽ വന്നപ്പോ തൊട്ട് സാറിന് ഈ പെരുപ്പുണ്ടല്ലോ. സസ്പെൻഷൻ കിട്ടി വീട്ടിൽ ഇരിക്കുമ്പോ ചിലപ്പോ മാറുമായിരിക്കും. വേണോ? വേണ്ട. എന്നാ ഇത് വേഗം റെഡി ആക്കണം, കളക്ടറേറ്റ് കൊടുക്കാനുള്ള. ഓ, ഇപ്പൊ റെഡി ആക്കാം. വേഗം ആയിക്കോട്ടെ. ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടണം. അത് ഞാൻ പറഞ്ഞിട്ട് ഉപ്പിട്ടാ മതി. അല്ല, ഇടാ. ഇന്ന് ഹാഫ് ഡേ ലീവാണ്. ആദ്യം അത് ശരിയാക്ക്. ഈ കസേരയിലൊക്കെ ആണുങ്ങൾ വന്നിരിക്കണം, അല്ലാതെ ഓരോ ഇതൊക്കെ അങ്ങ് എഴുതി കൊടുക്കേണ്ട കേസുകൾ വെറുതെ ആളായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ? ഇതാ ക്വാറന്റൈനിൽ കിടക്കണവരുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറയും നമ്മുടെ വാർഡില്ല. ഇതൊരു പ്രാവശ്യം കൊടുത്തതല്ലേ? അത് കൊടുത്തിട്ട് കാര്യമില്ല, ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് കംപ്ലീറ്റ് സംസാരിച്ചില്ല, അത് വേറെ റെഡിയാണ്. ആ ഉറങ്ങാനാണേ. 10 പൈസ കിട്ടണ പണിയെടുത്തിട്ട് മാസം 6ആയി. സാറേ, അതാണോ ഞങ്ങളെ തിരിഞ്ഞിക്കാ. ഞങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്ന ഞങ്ങൾ വന്നില്ലേ സർട്ടിഫിക്കറ്റിന്?
സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ഇത് എന്ത് സർട്ടിഫിക്കറ്റിന്? നമ്മുടെ ബന്ധം കാണിക്കണത് ബന്ധം കാണിക്കും. അവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലേ? ആരാ മരിച്ചത്? മരിച്ചത് അച്ഛൻ. അച്ഛൻ. അപ്പോ നിങ്ങള്? ഞാൻ മകനാണ്. ഞാൻ മകനാണല്ലോ. ഇത് അനുജൻ, എന്റെ അനുജനാണ്. രണ്ടും മകനാണ്. അത് ശരി. അപ്പൊ ഇവരാക്കാരാ? ഇത് സാക്ഷികളാണ്. മുട്ടമോനാണ് ഞാൻ മന്മഥൻ, മുട്ട മന്മഥൻ. ഓ, ഞാൻ മൊയ്തോണ് മീൻ കച്ചവടം. ആയിക്കോട്ടെ. അല്ല ഒന്നിപ്പോ ഇവിടെ പറയണ്ട. പിന്നെ ഈ മരിച്ച ആളെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പിന്നെ അറിയാമോ? ശീതളന്റെ വീട്ടിന്റെ വടക്കേ പുറത്താണ് ഞാൻ താമസിക്കണം. ശീതളന്റെ അച്ഛൻ അവിടെ ഇരുന്നുണ്ടൊരു ഏമ്പക്കം വിട്ടാ നേരെ എന്റെ വീട്ടിൽ കിട്ടും. മരിച്ച ആളെങ്ങനെയാണ് ഏമ്പക്കം വിടുന്നത്? അല്ല സാറേ, മരിക്കണേന്റെ തലേ ദിവസവും അന്നും ഞാൻ രണ്ടെണ്ണം വിട്ടിട്ടാ പോയത്. കഥ പറയാൻ ഞാൻ കേക്കോർത്താണേ. കേക്കോർത്ത് ഞങ്ങളെ വീടിന്റെ ജനല കണ്ട് തുറന്നിട്ടാ ശീതളേട്ടന്റെ അച്ഛൻ കുളിക്കണേ കാണാം. ഞാനും ഭാര്യ എന്നും കാണുമായിരുന്നു. കുളിമുറിയിൽ അച്ഛൻ മാത്രമല്ലേ കുളിക്കാറുള്ളൂ. അല്ല, അത്രയും അടുത്താന്ന് പറയണ സാറേ. വന്ന കാര്യം വേഗം ശരിയാക്കി പോവാൻ നോക്കാം. എന്നാ പിന്നെ രേഖകളൊക്കെ എടുത്തോ. തിരിച്ചറിയൽ കാർഡൊക്കെ ആധാർ കാർഡ് അതാ ചോദിക്കുന്നു. ഫോട്ടോ ഒന്നും കണ്ടാ ഞാനൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ കയ്യിൽ വെച്ച് കിടക്കുകയാണല്ലേ. പിന്നെ എവിടെ റേഷൻ കാർഡ് വേണം? റേഷൻ കാർഡ് എവിടെ? റേഷൻ കാർഡ് പറഞ്ഞിട്ടാ? റേഷൻ കാർഡില്ലാതെ ഒന്നും ചെയ്യാൻ പറഞ്ഞു നീ ഇപ്പൊ പറഞ്ഞിനി? ഇപ്പൊ പറഞ്ഞില്ലേ? കൈത അപ്പ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞില്ലെന്ന് പറഞ്ഞാല് അപ്പ പറഞ്ഞിട്ടാ? പറഞ്ഞിട്ടേ റേഷൻ കാർഡ് വേണം, എന്നാലും ശരിയുള്ളൂ. സാറേ എന്താ ഈ ശീതള വിഷമിക്കണ്ട. ഈ സർക്കാർ ഓഫീസിൽ വന്ന് എങ്ങനെ ചുറ്റിക്കലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അവിടെ ഞങ്ങൾ രണ്ടാമത് എടുത്തു. എന്റെ മൊത്തം ഇത് മതി, ഇത് മതി. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യണം. ഞാൻ ആ ആപ്ലിക്കേഷൻ നോക്കിയിട്ടേ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ചെക്ക് ചെയ്താലേ അല്ലല്ല, ഇപ്പൊ ചെക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ട് ഇവിടെ. ഞങ്ങള് 3 ആഴ്ച ആയിക്ക് ഇപ്പൊ ഇവിടെ വരണേ. ഒരു കാര്യം എന്താ അറിയോ സാറേ, അവിടെ നിന്ന് കാശ് കൊടുക്കാനുള്ളവർ വിളിക്കുന്ന തെറി കേട്ട് കേട്ട് സഹിക്കാൻ വയ്യാത്തോണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ശരിയാക്കി കൊടുത്തു. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന്. ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരാം. 5 മണിക്ക് വരും. 5 മണിക്ക് സാറേ പോയിട്ട് അത്യാവശ്യമുണ്ട് സാറേ. 5 മണിക്ക് ഇങ്ങോട്ട് പോകാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? ഈ കൈതേ പോയിട്ട് 5 മണിക്ക് 5 മണിക്ക് വാ. അപ്പൊ ബാങ്ക് അടക്കൂലേ? അതിന് മുമ്പായിട്ടുണ്ട് പോകുന്നൂടെ. എല്ലാരും വരണ്ടാണ്, ഒരാൾ വന്നാൽ മതി. ഞങ്ങളൊന്നും പറ്റാൻ നിങ്ങൾ മാത്രം വന്നാൽ മതി. ഈ കൈത നിന്നൊക്കെ സാറേ, അവർക്ക് അതങ്ങടെ എഴുതി കൊടുത്തു വിട്ടൂടെ? അവർക്ക് അങ്ങടെ ചെയ്തു കൊടുത്തൂടെ? എന്തിനായിട്ട് ബുദ്ധിമുട്ടിക്കണ? ഇനിയിപ്പോ എന്റെ ബുദ്ധിമുട്ട് ഇത് ആരോട് പറയടോ? ഇത് എവിടെയോ ആപ്ലിക്കേഷൻ വാങ്ങി വെച്ച് ഇനി അതൊക്കെ തെരഞ്ഞ് നോക്കി കണ്ടുപിടിക്കണമെന്നുള്ള ബുദ്ധിമുട്ട്. എന്തേലും ആവശ്യത്തിന് വന്നവരെ കൊറോണയെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞിട്ട് പോയത്. ഇന്ന് ഇത്ര മതി. അതെ, എന്താ സാറേ? ഈ മാസ്ക് എന്തായാലും 25 രൂപ. ഇത് 25 അല്ല, 2 50 രൂപ. അതിനാ പോരണ 25. ഇത് ചോദിക്കാനാണ് വലിയ രഹസ്യം പറയാനുള്ള പോലെ വിളിച്ചോണ്ട് വന്നത്. പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒന്ന് പോകണം. ഇപ്പൊ പോവാനാ? ആ അളിയന്റെ കുട്ടിയുടെ കല്യാണമാണ് 2 ദിവസം കഴിഞ്ഞ, അപ്പൊ അതിന്റെ ഒരു ഇരിപ്പാണ്. അയ്യോ, അത് പ്രശ്നമല്ല. ഇന്ന് ആകെ പ്രഷറിലാണ് മാഡം. ഇവിടെ എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടെന്ന്. അതൊന്നും കുഴപ്പമില്ല. നീ അതെങ്ങനെയെങ്കിലും എൻ്റെ അതും കൂടി ഒക്കെ ഒന്ന് മാനേജ് ചെയ്താൽ മതി. അല്ല സാറേ, ഞാൻ മാനേജ് ചെയ്യുന്ന കുഴപ്പമുണ്ടായിട്ടല്ല. മാഡത്തിനോട് സാറൊന്ന് പറഞ്ഞേര്. മാഡം കുഴപ്പമില്ലെന്ന്, മാഡത്തിന് എൻ്റെ വിശ്വാസമാണല്ലോ. ഞാനൊരു നമ്പരം കിടും, നീ കൂടെ അങ്ങ് നിന്നാൽ മതി. അപ്പൊ സുഖം സാറാ? അയാളോട് പോകാൻ പറയാന്ന്. അയാൾക്ക് പണ്ടേ എന്നോട് ദേഷ്യമാണ്. എന്നെ കൊണ്ടായത് ഞാൻ ചെയ്യാം. എന്ത് നമ്പർ ഇടാൻ പോണ? ആകെ നീ നോക്കിക്കോ, എന്തായാലും ചെയ്യാം. എന്തേലും ഇട്. എനിക്ക് സാറേ ഒന്ന് കയ്യും കാലക്കാലൊക്കെ ഒന്ന് എനിക്ക് നടക്ക്. ഒരു ചായ കുടിക്കാൻ വിളിച്ചാ ഞാൻ പോയില്ല. സാറേ ഞാൻ ഒന്ന് ഒരു നോട്ടെ.
എന്താ ഒന്നും വരില്ലല്ലോ? കേടൊന്നും എടുക്കല്ലേ? കേടുന്നാണോ? ഓ ഒന്നും അറിയാത്ത പോലെ. ആ അപ്പൊ നേരെ കിട്ടില്ലല്ലേ? സാറേ ആ മാസ്ക് എടുത്ത് മുഖത്ത് വെക്കേ. അതല്ല ഏതല്ലെങ്കിലും ശരി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് വെക്കാൻ പറയണത്. എന്താ പറ്റി? എന്താ സാറേ? ആണോ? ശ്രദ്ധിക്കണോ അത്? തുമ്മല് ശ്രദ്ധിക്കണോ അത്? ലീവ് എടുത്തിട്ട് വീട്ടിൽ പോകാൻ പറയടാ. ലക്ഷണക്കാരാണ് ഈ കാണിക്കണത്. സാറേ ഇരിക്ക, അവിടെ ഇരിക്ക്. ഇറക്കി വന്നു കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും. പൊടിയായിട്ടാണ് തോന്നുന്നത്. മാസ്ക് എടുത്ത് മുഖത്ത് വെക്കേ. അതേ സൂല്ലെങ്കിൽ പോയിക്കോ, ചോദിച്ചിട്ട് പോയിക്കോ. പഴയ ചെയ്ത് തീർക്കാനല്ലേ? സാറേ എന്ത് പറ്റി? ചുമ, ഇത് ലക്ഷണക്കേടാണത്. ലീവ് എടുത്തിട്ട് വീട്ടിൽ പോകാൻ പറയും. സാറേ വയ്യെങ്കിൽ വീട്ടിൽ പോയിക്കോ. വയ്യെങ്കിൽ വീട്ടിൽ പോയിക്കോ. ഒരുപാട് ജോലി ഇവിടെ ഉള്ളതല്ലേ? അത് കുഴപ്പമില്ല സാറേ. സാറ് വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യ്. എന്നിട്ട് 14 ദിവസം ക്വാറന്റൈൻ ഇരുന്നിട്ട് വന്നാ മതി. ക്വാറന്റൈൻ ഇരിക്കണം. അയ്യോ, അപ്പൊ അത് ജോലി ഒരുപാട് പെൻഡിങ് ആവും. അതൊക്കെ ഇവിടെ മാനേജ് ചെയ്തോളൂ. സാർ വേണേ ആ ഫയലൊക്കെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോട്ടെ. നമുക്ക് ആരെങ്കിലും വിട്ട് എടുപ്പിച്ചാ പോരെ? അത് ശരിയാവില്ല. ഇവിടുന്ന് ഒരു സാധനം കൊടുത്തു വിടണ്ട. എന്നാ പിന്നെ പ്യാരി സാറ് പറഞ്ഞ പോലെ ഞാൻ ഫയലെല്ലാം എടുത്തോണ്ട് പോവാം മേഡം. ഇല്ല വേണ്ട സാർ, ഇതൊന്നും ഓർക്കണ്ട. സാർ ഒന്ന് വേഗം പോയാൽ മതി. എന്നാ ചെല്ലു സാറേ. പോവാന്നല്ലോ അല്ലേ? ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് വന്നാൽ മതി. എന്തേലും ഉണ്ടെ വിളിച്ചാ മതി കേട്ടോ. എന്തേലും ഉണ്ടെ വിളിച്ചാ മതി. എന്നാ പിന്നെ എന്നാ പോയിക്കോന്നു. അയാൾ ഈ എല്ലാ ദിവസവും ലീവ് എടുത്ത് കണ്ട സ്ഥലത്തൊക്കെ എല്ലാ ഫംഗ്ഷനും കയറി ഇറങ്ങിയിട്ട് അസുഖം വരുത്തി വെക്കും. എന്നെ ഇപ്പൊ ചായ കുടിക്കാൻ വിളിച്ചാണേ, കൂടെ പോവാൻ നന്നായി. ഇതൊന്നും കിട്ടാൻ വലിയ നേരം വേണ്ടേ? ഏത് നേരം ഒപ്പം നടക്കണം. ഒന്ന് സൂക്ഷിച്ചോ, റിസൾട്ട് വരട്ടെ. സാറിത് എവിടെ പോയി കിടക്കായിരുന്നു? ഇവിടെ വന്നിട്ട് എന്ത് മല മറിക്കാനാ? എന്തോ പ്രശ്നമുണ്ട്. മാഡം 5-6 തവണയായി വന്ന് സാറിനെ അന്വേഷിക്കണം. ആ അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതിരിക്കണമെന്നും പ്രശ്നമായിരിക്കുള്ളൂ. എന്താന്ന് ഞാൻ ചോദിച്ചായിരുന്നു. വന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങളോട് ആ കളക്ടറേറ്റിൽ കൊടുക്കാൻ വേണ്ടിട്ട് ശരിയാക്കാൻ പറഞ്ഞ പേപ്പറിൽ എന്തൊക്കെയാ എഴുതി വെച്ചിരുന്നത്? സാറേ കറക്റ്റ് തന്നെയല്ലേ? എന്നോടാ? സാറല്ലേ കൊടുത്ത റിപ്പോർട്ട്? അല്ല, എന്തിനാ അങ്ങോട്ട് ചോദിക്കണേ? ഞാൻ ഇവിടെ ഏൽപ്പിച്ചല്ലേ? അല്ല, അവിടുന്ന് തന്ന റിപ്പോർട്ടാണല്ലോ ഞാൻ ക്ലിയർ ചെയ്തിട്ട് വിട്ടത്. ആ കളക്ടറുടെ മുമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴേ ഞാൻ നാണം കെട്ടുപോയി. അങ്ങനെ വരാൻ വഴിയില്ല. നോക്കി ചെയ്യണ്ടേ സാറേ അതൊക്കെ? നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ രാജിവെച്ച് പോ. കഴിവുള്ള ആരെങ്കിലും വരുമല്ലോ. ഫോൺ എടുക്കട്ടെ. ഇല്ല, അതും കൂടെ ഞാൻ എടുത്തു തരാം. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ, അതാണ് സൗകര്യം. ഹലോ, അതെ സൂതനാണ്. അതെ, അത് ഞാനിപ്പോ അവിടുന്ന് വരുമ്പോഴൊന്നും അറിഞ്ഞില്ല. അതെ അതെ, സൂക്ഷിക്കാം. ശരി. എന്ത് സാറേ? മാഡം, ഞാൻ എന്നും കാലത്ത് ചായയും പപ്സും കഴിക്കണ ഒരു ബേക്കറി ഉണ്ട് നമ്മുടെ ആ ജംഗ്ഷനിലുള്ളതേ. സണ്ണിച്ചാറിന്റെ ബേക്കറി? അതെ, സണ്ണിച്ചായന്റെ ബേക്കറി. ഈ സണ്ണിച്ചായന്റെ അമ്മായച്ചനെ കോവിഡ് സ്ഥിരീകരിച്ചു. ദൈവമേ, ഞാൻ ദിവസവും പിള്ളേർക്ക് പാലും മിഠായും പപ്സൊക്കെ വാങ്ങണ അയാളുടെ കയ്യിലാണല്ല. ഞാനും അതെ. ഈ 2-3 ദിവസമായിട്ട് പുള്ളി തന്നെയാണ് എനിക്ക് എടുത്തു തന്നത്. അതെ, എനിക്ക് വേഗം വീട്ടിൽ പോയി ക്വാറന്റൈൻ ഇരിക്കേ. ആ മാസ്ക് എടുത്ത് വയ്ക്കുമോ നോക്കി നിൽക്കാതെ. സാറ് പോ, മാഡം പറയണേക്ക്. നിങ്ങൾ രണ്ടുപേരും പോകണ്ടേ? അതെ, പരിചാര സാറും അങ്ങോട്ട് വന്നിരുന്നല്ലേ? രണ്ടുപേരും പോണോ? ആദ്യം ആ മാസ്ക് എടുത്ത് വെച്ചേ. അത് വേഗം വീട്ടിൽ പോ. 14 ദിവസം ക്വാറന്റൈൻ. ചെല്ലേ സാറേ ഈ രജിസ്റ്റർ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. നിങ്ങളൊക്കെ പോ, വേഗം പോ.
എന്തൊരു കഷ്ടമാണിത്. ഈ ഓഫീസിൽ ഞാൻ മാത്രമേ ഉള്ള